ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. KM George Memorial School of Fashion Designing and Garment Technology. കീരമ്പാറ പഞ്ചായത്തിൽ പെരിയാർ നീന്തിക്കടന്നെത്തി കാട്ടാനക്കൂട്ടം. മേഖലയിൽ RRTയുടെയും ആന വാച്ചർമാരുടെ നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനം. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോടും സമീപ പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച രാത്രി 3 ആനകൾ പെരിയാർ നീന്തിക്കടന്ന് എത്തി. ഇതേ തുടർന്ന് പ്രദേശത്തെ 5, 6 വാർഡ് പ്രദേശങ്ങളിലും കൂവപ്പാറ നഗറിലും സമീപത്തുള്ള മേഖലകളിലും RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനം. 3 വർഷം മുൻപാണ് ചാരുപാറ മേഖലയിൽ പെരിയാർ നീന്തിക്കിടന്ന ആനകൾ എത്തിയത്. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ തിരികെ പെരിയാറിനു പുറത്തെ വനത്തിലേക്ക് ആനകളെ തുരത്തിയതിനു ശേഷം ഇതുവരെ ആനയുടെ സാന്നിധ്യം മേഖലയിൽ കണ്ടെത്തിയിരുന്നില്ല. ഇതിന് ശേഷമാണ് പ്രദേശത്ത് വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടുവന്നത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് RRTയുടെയും ആന വാച്ചർമാരുടെയും നിരീക്ഷണം ശക്തമാക്കുന്നതിനും വേഗത്തിൽ ആനകളെ പെരിയാറിന് പുറത്തേക്ക് തുരത്തി വിടുന്നതിനുമായുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചു. കൂവപ്പാറ നഗറിന് സമീപത്തായി ആനകളെത്തിയ കൃഷിയിടം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ ചീക്കോട് പ്രദേശത്ത് കൂടിയിട്ടാണ് മിനിഞ്ഞാന്ന് രാത്രിയിൽ 3 ആനകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നേരത്തെ ചാരുപാറയിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു. അത് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ആനകളെ തിരിച്ച് പുഴയ്ക്കക്കര വനത്തിലേക്ക് കയറ്റിവിടുന്ന നിലയിലാണ് അന്ന് അടിയന്തരമായ ഇടപെടൽ ആ ഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം കുറേ മാസങ്ങളായി ഈ പ്രദേശത്ത് ആനകളുടെ ഒരു സാന്നിധ്യം പിന്നീട് കണ്ടിരുന്നില്ല. ഇപ്പോൾ മിനിഞ്ഞാന്നാണ് വീണ്ടും 3 ആനകൾ രാത്രി ഏതാണ്ട് 1 മണിയോട് കൂടിയിട്ടാണ് അവിടെ ചീക്കോട് പാലത്തിനടിയിലൂടെ, ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലത്തിനടിയിലൂടെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ വനംവകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി RRTയുടെ പൂർണ്ണമായ നിരീക്ഷണം വനംവകുപ്പ് RRTയുടെയും അതോടൊപ്പം തന്നെ പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ള വാച്ചർമാരുടെയും അടക്കം നിരീക്ഷണം ഈ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂവപ്പാറ ഈ നഗറിൻ്റെ തൊട്ട് പിന്നിലുള്ള ജനവാസ മേഖലയിൽ കൃഷിയിടത്തിൽ 3 ആനകൾ എത്തിയെന്നാണ് നാട്ടുകാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പിൻ്റെ കൃത്യമായ ജാഗ്രതയും നിരീക്ഷണവുമെല്ലാം 24 മണിക്കൂറും പ്രത്യേകിച്ച് RRTയുടെ പൂർണ്ണമായ സേവനം ഈ പ്രദേശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം സിനി ബിജു, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PK സൈനുദ്ദീൻ, RRT സ്റ്റാഫ്, സെക്ഷൻ ഓഫീസർ കോതമംഗലം സെക്ഷൻ സ്റ്റാഫ് MS ശശി, KO കുര്യാക്കോസ് എന്നിവരും MLAയോടൊപ്പം സന്ദർശനം നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.